എല്ലാവരും ഓണാഘോഷത്തിലായിരിക്കും അല്ലേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് മഹാബലിയും വാമനനും കഥയാണ്. പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം നല്ല ആഘോഷമായിട്ട് ഘോഷിച്ചുകൊണ്ടിരിക്കുകയാവും അല്ലേ? ചിങ്ങത്തിലെ അത്തനാൾ മുതൽ പൂവിടാൻ ആരംഭിച്ച് നമ്മൾ ഓണം നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ആ 10 ദിവസം നമ്മൾ കെങ്കേമമായിട്ട് സന്തോഷത്തോടു കൂടി പൂക്കളെല്ലാം പെറുക്കി കൊണ്ടുവന്ന് മുറ്റത്ത് നല്ല പൂക്കളം ഇട്ട് കുട്ടികളൊക്കെ നല്ല ഓണാകുമ്പോഴത്തേനും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി കളികളും എല്ലാ വിധത്തിലുള്ള കളികളും, കോൽക്കളി, കൈകൊട്ടിക്കളി, വടം വലി, കലം തച്ച് പൊട്ടിക്കൽ, അങ്ങനെ പല വിധത്തിലുള്ള തിരുവാതിരക്കളി എല്ലാം കളിക്കും. പിന്നെ വിഭവസമൃദ്ധമായ ഓണസദ്യ, പായസം, പപ്പടം, പഴം. അപ്പോൾ എന്താണ് ഈ ഓണാഘോഷത്തിൻ്റെ പുറകിലെ കഥ എന്നൊന്ന് നോക്കാം നമുക്ക്. ഈ വാമന അവതാരത്തിൻ്റെയും ബലിയുടെയൊക്കെ കഥ എന്താണ് എന്ന് നോക്കാം അല്ലേ? നമുക്ക് കൂടുതലായിട്ട് അറിയുന്നത് ഭാഗവതം അഷ്ടമസ്കന്ധത്തിൽ 18 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിലായി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വാമന അവതാരത്തെക്കുറിച്ചും മഹാബലി ചക്രവർത്തിയെയും കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അസുര രാജാവും വിഷ്ണുഭക്തനുമായിരുന്ന പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി. മഹാബലി എന്ന വാക്കിന് വലിയ ബലി ത്യാഗം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ത്യാഗി, വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ഇതിൽ ദേവന്മാർക്ക് പോലും അസൂയ തോന്നത്തക്കവണ്ണം നല്ല ഭരണം കാഴ്ചവെച്ചിരുന്ന രാജാവായിരുന്നു. കള്ളവും ചതിയുമില്ല, പൊളിവചനമില്ല. മഹാലക്ഷ്മി മാവേലിയുടെ നാട്ടിൽ വിളയാടി. അങ്ങനെയിരിക്കെ ത്രിലോകങ്ങളും കീഴടക്കാൻ ഒരു മോഹം മഹാബലിയിൽ ഉടലെടുത്തു. ഭയചകിതരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. എന്തും നൽകാൻ ശക്തനായ ത്രിലോക അധിപതിയാണ് ഞാൻ എന്ന ദർപ്പം ശമിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് ഈ മഹാവിഷ്ണുവിൻ്റെ വാമനാവതാരം ഉണ്ടായിരിക്കുന്നത്. അതിനെ എന്തെങ്കിലും ഒരു നിമിത്തം വേണമല്ലോ. ആ നിമിത്തമാണ് ദേവന്മാർക്ക് ഇങ്ങനെ ഒരു പേടി തോന്നിയത്. കശ്യപൻ്റെ ഉപദേശപ്രകാരം ദേവമാതാവായ അതിഥി പയോവ്രതം അനുഷ്ഠിച്ച് മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. തൻ്റെ മക്കളായ ദേവന്മാരെ സംരക്ഷിക്കണമെന്ന്. എന്തേ സംരക്ഷിക്കണം എന്ന് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേവന്മാരുടെ തലവനാണ് ദേവേന്ദ്രൻ. അപ്പോൾ ഇന്ദ്രപദം തന്നെ നഷ്ടപ്പെടുമോ എന്ന് ഇന്ദ്രൻ ഭയന്നു. കാര്യം അത്രയധികം ദാനധർമ്മിഷ്ഠനാണ് മഹാബലി. അപ്പോൾ ഇങ്ങനെ ഒരു വരം വാങ്ങി ദേവന്മാരെ സംരക്ഷിക്കാം എന്നുള്ളത്, അതായത് ദേവന്മാർക്ക് സ്ഥാനം നഷ്ടപ്പെടില്ല എന്നുള്ളത്. മഹാബലി വിശ്വജിത്ത് യാഗം നടത്തവേ അവിടെ വാമനനായിട്ട് അവതാരമെടുത്തു മഹാവിഷ്ണു ഭിക്ഷയാചിക്കുന്നു. 3 അടി മണ്ണാണ് ആവശ്യപ്പെടുന്നത്. രാജാവിനോട് യാഗസ്ഥലത്ത് വെച്ച് തന്നെ ഇങ്ങനെയൊരു ഭിക്ഷയ്ക്ക് ഒരു കുട്ടി വന്നപ്പോൾ ബലിചക്രവർത്തിയുടെ ഗുരുവായിരുന്ന ശുക്രാചാര്യർക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ആ ഭിക്ഷ വേണ്ടെന്ന് വയ്ക്കാൻ രാജാവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ രാജാവ് പിന്മാറിയില്ല. വാമന രൂപത്തിൽ വന്നത് ഭഗവാൻ തന്നെ എന്ന് രാജാവിനും മനസ്സിൽ തോന്നി. അതുകൊണ്ട് തന്നെ പിന്മാറിയില്ല എന്ന് മാത്രമല്ല, എങ്ങനെയാ 3 അടിയല്ലേ ചോദിച്ചത്? അപ്പോൾ മഹാബലി വിചാരിച്ചു, 3 അടി, ഈ ഒരു കുഞ്ഞു ബാലന് 3 അടി വയ്ക്കാൻ എത്ര സ്ഥലം വേണം? അപ്പോൾ വളരെ കുറച്ച് സ്ഥലം മതിയല്ലോ. അതുകൊണ്ട് കുട്ടീനോട് പറഞ്ഞു, 3 അടി അത് വളരെ കുറച്ചല്ലേ, തുച്ഛമല്ലേ? ഒരു വീട് വയ്ക്കാനുള്ള സ്ഥലമെങ്കിലും വേണ്ട, എനിക്ക് 3 അടി മതി. അല്ല, ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു ഗ്രാമം എത്ര വേണ്ടെങ്കിൽ തരാം, വിഷമമില്ല. അപ്പോൾ കുട്ടി പറഞ്ഞു, വേണ്ട, എനിക്ക് ഈ കാലുകൊണ്ട് അളക്കുന്ന 3 അടി മണ്ണ് മതി. അപ്പോൾ രാജാവ് ഏതായാലും ശരി, എന്നാൽ കുട്ടിയുടെ ഇഷ്ടമല്ലേ എന്ന് വെച്ച് അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സമ്മതിച്ചു. വെള്ളം തെളിച്ച് ദാനം നടത്താൻ തയ്യാറായി. അപ്പോൾ ഒരടി വെച്ചു. വാമനാവതാരം, വാമൻ അങ്ങോട്ട് ത്രിവിക്രമനായിട്ട് അവതരിച്ചു. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആൾ,
ആ ഒരു കാല് വെച്ചപ്പോഴേക്കും ഭൂമി മുഴുവനായിട്ട് ആ ഒരു കാലിൽ അളന്ന് തീർന്നു. അപ്പോൾ രണ്ടാമത്തെ അടി എവിടെ വയ്ക്കും? സ്വർഗം. അങ്ങനെ രണ്ടാമത്തെ അടി വെച്ചു. മൂന്നാമത്തെ അടി ഇനി എവിടെ വയ്ക്കും? യാതൊരു രക്ഷയില്ല. അപ്പോൾ നമ്രശിരസ്സനായി തല കാണിച്ചു കൊടുത്തു. ആ തലയിൽ വാമനൻ തൻ്റെ കാല് വെച്ചു. മാത്രമല്ല, ചോദിച്ചപ്പോൾ 3 അടി മണ്ണ് കൊടുത്തല്ലോ. സംപ്രീതനായ വാമനൻ തൻ്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്നും മോചിതനാക്കി സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് ഉയർത്തി. അവിടെയാണ് കാര്യം ശ്രേഷ്ഠ പദമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ മഹാവിഷ്ണു മഹാബലിയുടെ കാവൽക്കാരായി ഇരിക്കുകയും അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനായി വാഴിക്കാമെന്ന് വരം നൽകുകയും ചെയ്തു. കൂടാതെ പ്രളയം വരെ, അതായത് അടുത്ത മന്വന്തരം വരും വരെ, വർഷത്തിലൊരിക്കൽ തിരുവോണ നാളിൽ എല്ലാവിധ ഐശ്വര്യങ്ങളോടെയും തൻ്റെ പ്രജകളെ വന്ന് കണ്ട് ക്ഷേമം അന്വേഷിക്കാനും ഉള്ള അനുഗ്രഹം നൽകി. തിരുവോണ നാളിൽ മഹാബലി അദൃശ്യനായി തൻ്റെ പ്രജകളെ വന്ന് സന്ദർശിക്കുന്നു എന്നാണ് വിശ്വാസം. മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ മഹാബലി ആരാന്നറിയോ? ഇന്ദ്രസേനൻ എന്ന് പേരുള്ള ഒരു അസുര രാജാവായിരുന്നു. അപ്പോൾ ഈ ഇന്ദ്രസേനൻ എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി പരിചയം ഉണ്ടാവും? പ്രഹ്ലാദനെ പരിചയം ഉണ്ടാവുമല്ലോ. പ്രഹ്ലാദൻ, അതായത് നരസിംഹമൂർത്തി അവതാരമെടുത്തിട്ട് കൊല്ലുന്നുണ്ടല്ലോ. ആരെയാ കൊല്ലുന്നത്? ഹിരണ്യകശിപുവിനെ നരസിംഹ അവതാരമെടുത്തിട്ട് മഹാവിഷ്ണു തന്നെ വധിക്കുന്നുണ്ട്. കാര്യം തൻ്റെ ഭക്തനായ പ്രഹ്ലാദൻ്റെ വാക്ക്. കാര്യം പ്രഹ്ലാദൻ പറയുന്നുണ്ട്, ഈ തൂണിലുണ്ട് ഭഗവാൻ എന്ന് പറയും. തൂണിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തൂണിലും ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു, എൻ്റെ ഭക്തൻ്റെ വാക്ക് വേണ്ടി, കളവാവാതിരിക്കാൻ വേണ്ടി ഭഗവാൻ അതിൽ നിന്ന് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയുള്ള ആ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ് ഇന്ദ്രസേനൻ എന്ന് യഥാർത്ഥ പേരുള്ള മഹാബലി. അങ്ങനെ മഹാബലിനെ വാമനാവതാരത്തിൽ മഹാവിഷ്ണു തന്നെ വന്ന് പാദസ്പർശമേൽപ്പിച്ച് അങ്ങനെ സുതലത്തിലേക്ക് ഉയർത്തി അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രപദം കൊടുക്കാം എന്ന് ഉറപ്പിച്ച് വാക്കുകൊടുത്ത് അങ്ങനെ നല്ല ഒരു ഉയർത്തലാണ് ഉണ്ടായത്. അല്ലാതെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നുള്ളതല്ല കഥ. ഇതാണ് നമ്മുടെ ഭാഗവതം പറയുന്ന കഥ. കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.